അല്ലെങ്കിൽ വല്ലിപ്പാന്റെ എങ്ങനെ അങ്ങനെ പോകും. പിന്നെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വാപ്പമാർ പിന്നെ പറയും ഭർത്താക്കന്മാരുടെ വാപ്പമാർ വല്ലിപ്പമാർ അങ്ങനെ ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു ഒപ്പ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ അങ്ങനെ അല്ലെങ്കിൽ അവരെ വിവാഹം ചെയ്തിട്ടുള്ള ഭർത്താക്കന്മാരുടെ മക്കൾ. മനസ്സിലായില്ല? അവരെ ഭർത്താവിന് നേരത്തെ വേറെ ഒരു കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ആ കുട്ടികള് അല്ലെങ്കിൽ സഹോദരന്മാർ, ഒന്നില്ലെങ്കിൽ വാപ്പമ്മ ഒത്തത് അല്ലെങ്കിൽ വാപ്പൊത്തത് അല്ലെങ്കിൽ ഒക്കെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ. ഈ 3 സഹോദരന്മാരും വാപ്പമ്മ ഒറ്റ സഹോദരന്മാരുടെ മക്കൾ അല്ലെങ്കിൽ വാപ്പത്തെ സഹോദരന്മാരുടെ മക്കൾ അല്ലെങ്കിൽ ഉമ്മത്തെ സഹോദരപ്പെടും. പിന്നെ അല്ലെങ്കിൽ അവരുടെ സഹോദരിമാരുടെ മക്കൾ, ഏട്ടത്തിന്റെ മക്കൾ അല്ലെങ്കിൽ അഞ്ചത്തിന്റെ മക്കൾ. ശ്രദ്ധിക്കണേ, ഇവരാണ് മഹാരിം എന്ന് പറയുന്നത്. ഇനി മഹാരിം ഉണ്ട് പറയാത്തവരെന്ത് പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ ആരൊക്കെ പറഞ്ഞത്? എന്നിട്ട് പറയൂ. ഒന്ന് ബാപ്പമാര് അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പമാര് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ ഭർത്താവിന്റെ മക്കള് അല്ലെങ്കിൽ സഹോദരന്മാര് അല്ലെങ്കിൽ സഹോദരന്മാരുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കൾ. ഇവരെയും കൂടി ഇവൾക്ക് കൂടി അവരുടെ ഔറത്ത് കാണാവുന്നതാണ്. പക്ഷേ ഇത് പെണ്ണിന്റെ മഹാരിമായ ആളുകളാ. ഇവളെ വിവാഹം ചെയ്ത് ഹറാമായ ആളുകളാണ്. പക്ഷേ അവരെ മേൽ വെളിവായി നിൽക്കൽ പെണ്ണിന് ജായിസാവും. വെളിവാക്കൽ കൂടാതെ. അതായത് അവരോട് സാധാരണ വസ്ത്രത്തെ ഇട്ടുകൊണ്ട് അവരെ മുന്നിൽ നിൽക്കാൻ പറ്റും. ശ്രദ്ധിക്കുക. അങ്ങനെയാണല്ലോ. വളരെ ചിന്തിക്കണം. പെണ്ണിന്റെ ബാപ്പാന്റെ മുന്നിൽ നിൽക്കാം, ഭർത്താവിന്റെ ബാപ്പാന്റെ മുന്നിൽ, ഭർത്താവിന്റെ ബാപ്പാന്റെ മുന്നിൽ. ഏതൊക്കെയാണ് ഇവിടെ? ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ശരിക്കണേ. ഈ പെണ്ണിന് ജായിസാണ് ഇത്തരം ആളുകൾക്ക് മുന്നിൽ വെളിവാക്കുക. അനിൽ വജ്ഹി. ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്? ഏതൊക്കെ? ഭർത്താവ് കാണാവുന്ന ഒരാൾക്കും കാണാവുന്ന ഒരാൾ ഈ ലോകത്ത് പിന്നെ വേറെ ഇല്ല. മക്കൾ പോലും ഇല്ല. ആരുമില്ല. പെണ്ണുങ്ങൾ ചിന്തിക്കണം. പെണ്ണുങ്ങൾ നല്ലോണം ചിന്തിക്കണം. അനിൽ വജ്ഹി. അവളുടെ മുഖം കാണാം. അവളെ തല കാണാം. അങ്ങനെ തല തോന്നാൻ നടക്കണ്ട. ചിലപ്പോ അങ്ങനെ കാണാം. നോക്കൽ തെറ്റില്ല. പക്ഷേ ഇവരുടെ മേൽ ശഹ്വത്തോടുകൂടെ നോക്കൽ മറ്റുള്ളവർക്ക്. അത് ഞാൻ പിന്നീട് പറയാം. നാളെ പറയും. നൈബന്ധിലേക്ക് ഭാഗമുണ്ട്. നാളെ വീട്ടുമര്യാദ പറയുമ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. മനസ്സിലായില്ല? സ്വന്തം മകളുടെ മുടി കണ്ടപ്പോ ഒരാണ് താല്പര്യം ഉണ്ടാവും. ഈ നോക്ക് ഹറാമാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറയല്ലാതെ നിർവാഹമില്ല. എത്ര കേസാ കോടതി കിടക്കുന്നത്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബേ, പറയുന്നതിന് പരിധി വെച്ചിട്ട് പറയാണ്. ഞാൻ പറയുന്നതിന് വളരെ പരിധി വെക്കാണ്. ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്രയോ നിങ്ങൾക്കൊക്കെ അറിയാലോ കേസിന്റെ എത്ര കേസാണ് കിടക്കുന്നത്. ഇവിടെ ഈ പെണ്ണിന്റെ ജായിസാണ് അനിൽ വജ്ഹി വറസി വറഖബതി. അവളുടെ പെരടി ഭാഗം, വൽ കഫൈനി മുങ്കയ്യ്, പിന്നെ ദിറായിനി മീൻ നന്നാക്കുമ്പോൾ കാണാവുന്ന ദിറായിനി മുഴങ്കയ്യ്. ഇതല്ല മുഴങ്കയ്യ്. ഒരു മീൻ നന്നാക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൈയൊന്നും ഇങ്ങോട്ട് കയറ്റേണ്ടി വരും എന്ന്. പിന്നെയോ വസ്വൽ കദമൈനി. 2 കാല്, ചെരുപ്പടിക്കാല്. കദമ ഞെരിയാണിക്ക് താഴെത്തിനാണ് കദമ എന്ന് പറയാം. അതും കാണാം. ബാപ്പാക്ക് കാണാൻ പറഞ്ഞത് ഇന്റെ വ്യാഖ്യാനല്ല. ലോക മുഫസ്സിരീങ്ങൾ ഇതിന് പറയുന്ന വ്യാഖ്യാനമാണ് ഈ പറയുന്നത്. ഇന്റെ വ്യാഖ്യാനല്ല. ലോക മുഫസ്സിരീങ്ങൾ ഇമാം റാസി അടക്കം ഇതിന് നൽകുന്ന വ്യാഖ്യാനം പറയാണ്. എന്റെ വ്യാഖ്യാനമല്ല, എന്റെ വക അല്ല, ഞാൻ പറയണ്ട. ഇതൊക്കെ കാണാം. പിന്നെയോ വസ്വൽ ഖദമൈനി, ഞെരിയാണിന്റെ താഴെ, വസ്സാഖൈനി വേണമെങ്കിൽ മുട്ടിന്റെ താഴെ.
മനസ്സിലായി? സാധാരണ മനസ്സിലായില്ലേ? കുട്ടികളായ ചിലപ്പോ വസ്ത്രം അലക്കണ നേരത്ത് ചിലപ്പോൾ ഒരു വസ്ത്രം ഒന്ന് ലേശമൊക്കെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് പിടിക്കേണ്ടി വരും. അത്ര ശ്രദ്ധിക്കണം. ഇതല്ലാത്തത് മുഴുവനും വാപ്പാനെയും വാപ്പാനെയും അതേപോലെ ഭർത്താവിന്റെ വാപ്പാനെയും തൊട്ട് പോലും പെണ്ണുങ്ങൾ മറച്ചു പിടിക്കേണ്ടതാണ്. ഭർത്താവിന്റെ ചാൻസ് ഇവർക്കൊന്നും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് വളരെ കർശനമായി പറയാൻ മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. ഇവിടെ നല്ല രസമുണ്ട്. ഇനി ഇവൾക്ക് മഹറമുണ്ടല്ലോ. നിങ്ങൾ ഉറങ്ങുകയാണല്ലോ. മനസ്സിലാവുന്നില്ലേ? ഒന്ന് ഷഹാദത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ശ്രദ്ധിക്കണം. പുതിയാപ്പിളന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് പോലെ ബാപ്പാന്റെ മുന്നിൽ പ്രത്യക്ഷമാകാൻ പാടില്ലാത്തതാണ്. ഭർത്താവിന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് പോലെ ഭർത്താവിന്റെ ബാപ്പാന്റെ മുന്നിൽ പ്രത്യക്ഷമാകാൻ പാടില്ലാത്തതാണ്. അവർക്ക് തുറക്കുന്ന അവയവങ്ങൾ, ആ അവയവങ്ങൾ ഭർത്താവിന്റെ മുന്നിൽ തുറന്നു കാണിക്കാൻ ഏത് അവയവത്തിനും പരിധിയില്ല. എന്നാൽ ബാപ്പാന്റെയോ ബാപ്പാന്റെയോ ഭർത്താവിന്റെ ബാപ്പാന്റെയോ മുന്നിൽ പോലും സ്വന്തം ആൺകുട്ടികൾ അവരെ മുന്നിൽ പോലും തുറക്കുന്നതിന് പരിധിയുണ്ട്. ഒന്ന് മുഖമാണ്, ഒന്ന് തലയാണ്, ഒന്ന് റഖബത്തി പെരടിയാണ്, വൽ കഫൈനി രണ്ട് മുൻകൈയാണ്, വസ്റാഇനി രണ്ട് മുഴങ്കൈയാണ്, വൽ ഖദമൈനി ഞെരിയാനിക്ക് താഴെയുള്ളതുമാണ്, വേണമെങ്കിൽ വസ്സാഖൈനി മുട്ടിന്റെ താഴെ കുടുങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. വതസ്തുറു മാ സിവാ ദാലിക. ഇതല്ലാത്ത മുഴുവൻ ഇവരെ മുന്നിലും അവൾ മറക്കണം. ശ്രദ്ധിക്കുക. ഇനി ഇവിടെ വേറൊരു വിഷയം ഉണ്ടല്ലോ, ശ്രദ്ധിക്കണം. ഈ കൂട്ടത്തിൽ അവളുടെ ബാപ്പാന്റെ ജ്യേഷ്ഠാഞ്ചമാരെ പറഞ്ഞില്ലല്ലോ, അളാപ്പ മുത്താപ്പമാരെ ഈ ആയത്തിൽ നിങ്ങൾക്ക് ഉറങ്ങുന്നുണ്ടോ? നിങ്ങള് എന്തൊക്കെ ചിന്തിക്കേണ്ടത്? ഇവളെ വിവാഹബന്ധം ഹറാമായ ഭാഗത്തിൽ അവളെ അമ്മിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മിനെ അളാപ്പ മുത്താപ്പക്ക് ഇവളെ വിവാഹം ചെയ്യാൻ പാടില്ല. എന്നാൽ ഔറത്ത് വെളിവാക്കുന്നിടത്ത് ഈ അവയവങ്ങളൊക്കെ ഇവർക്കും എളാപ്പ മുത്താപ്പാക്ക് കാണാലോ. എന്നിട്ടും എന്റെ എളാപ്പാനെ മുത്താപ്പാനെ പറയാഞ്ഞു. അതേപോലെ വൽ ഖാലു അമ്മാവൻ ഇവളെ വിവാഹം ചെയ്യാൻ പാടില്ല. ഈ അവയവങ്ങളൊക്കെ ഇവളിൽ നിന്ന് അമ്മാവന് കാണുകയും ചെയ്യാം. എന്നിട്ടും എന്തേ പറയാഞ്ഞു? ഇവർക്ക് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു വലം യുദ്കരില്ല അമ്മു. ഇവിടെ എളാപ്പ മുത്താപ്പമാരെ ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല. വലൽ ഖാലു അമ്മാവന്മാരെയും പറഞ്ഞിട്ടില്ല. ലിഅന്നഹുമാ അവള് ഈ രണ്ടാളുകളും ഇവളെ ചൊർക്ക് അവരുടെ മക്കൾക്ക് പോയി പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. അമ്മാവന്റെ മകന് ഇവളെ വിവാഹം ചെയ്യാവുന്ന പരിധിയിലാണല്ലോ. വിവാഹം ചെയ്താലും വിവാഹം ചെയ്തില്ലെങ്കിലും ഇവളിൽ അവർ ഫാഹിഷത്ത് ഉദ്ദേശിക്കാൻ സാധ്യതയുണ്ടല്ലോ. അമ്മായിന്റെ കുട്ടി ഇങ്ങനെ ചൊറുക്കുണ്ടെന്ന് അമ്മാവൻ ഏതായാലും ഞാൻ എന്റെ പെങ്ങൾക്കൊരു മകളുണ്ട്, നല്ല ചൊറുക്കുണ്ട് എന്ന് അമ്മാവൻ കുട്ടികളൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ആ കുട്ടികൾ ഇവളിൽ ഫാഹിഷത്ത് ഉദ്ദേശിക്കാം. ലോകത്തിരിച്ചിട്ടെ. അപ്പൊ ചിന്തിക്കണം. ഇത് ഇതിനൊരു കാര്യം മനസ്സിലാക്കാം. പിതൃവ്യന്മാരോ അമ്മാവന്മാരോ അവരുടെ മക്കൾക്ക് വിവാഹം ഹറാമായ പെണ്ണുങ്ങളെ കുറിച്ച്, അവരുടെ മക്കൾക്ക് വിവാഹം അനുവദനീയമായ പെണ്ണുങ്ങളെ കുറിച്ച് അവരുടെ മക്കളുടെ മുന്നിൽ വർണ്ണിക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ചിന്തിക്കുക. പറഞ്ഞത് എന്താ ഈ പറയുന്നത്? ഇനി എന്താ ഇതിനൊപ്പം പറയുന്നത്? ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വിവാഹം ചെയ്യൽ ഹറാമായിട്ട് പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. വലൽ ഖാലു അമ്മാവനെ പറഞ്ഞിട്ടില്ലല്ലോ. ലിഅന്നഹുമാ ഈ രണ്ടാളുകളും വർണ്ണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ടല്ലോ. അവരെ മക്കൾക്കൊക്കെ വർണ്ണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നാലും അമ്മാവനെ മറ്റൊക്കെ കാണാം. പക്ഷേ അവരതിനുണ്ട് ഒഴിവാക്കി. അമ്മാവനും അളാപ്പിയൊക്കെ കണ്ടുപോയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ